സുപ്രഭാതം. ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യം എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെയാണ് തുടങ്ങുന്നത്. ഗോൾഡ്മാൻ സാക്സ് കട്ട്സ് ഇന്ത്യസ് 2024 and 25 GDP ഗ്രോത്ത് റേറ്റ്. അപ്പോ ഗോൾഡ്മാൻ സാക്സ് എന്നുള്ള ഒരു ഇന്റർനാഷണൽ ഏജൻസി ഇന്ത്യയുടെ സമ്പദ്ഘടന എത്ര വളരും എന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അനുമാനത്തിൽ അവർ കുറച്ച് പുതിയ ഫോർകാസ്റ്റിൽ ഇന്ത്യയുടെ അതിന്റെ തോത് കുറച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഗോൾഡ്മാൻ സാക്സ് ലോവേർഡ് ഇന്ത്യസ് എക്കണോമിക് ഗ്രോത്ത് പ്രൊജക്ഷൻ ബൈ 0.2% for the next 2 years, highlighting a significant drop in government spending as a key factor. The new forecasts are 6.7 for 2024 and 6.4% for 2025. അപ്പോൾ അവർ 6.9 6.6 പറഞ്ഞിരുന്നത്. 2024-ലും 2025-ലും ഇന്ത്യയുടെ സമ്പദ്ഘടന വളർച്ച നേടുമെന്ന് പറഞ്ഞതിൽ അവർ 0.2% 2 വർഷത്തിലും കുറച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനമായിട്ട് അവർ പറയുന്നത് സർക്കാരിന്റെ സ്പെൻഡിങ് ചെലവുകൾ കുറയ്ക്കുന്നു, അതാണ് ഈ വളർച്ച കുറയാനുള്ള പ്രധാന കാരണമെന്ന് അവർ പറയുന്നു. രണ്ടാമത്തെ വാർത്ത വീണ്ടും എക്കണോമിക് ടൈംസിൽ നിന്നും. അദാനി പവർ ഹാസ് $800 million in unpaid dues from Bangladesh. Bangladesh owes $800 million to Adani Power Limited for electricity from its coal-fired plant in Jharkhand. The unpaid dues could disrupt electric supply. The interim government is negotiating with Adani to resolve this and seeking additional IMF loans to manage economic challenges. അപ്പോൾ ബംഗ്ലാദേശിന്റെ ഒരു പ്രധാന ഇലക്ട്രിസിറ്റി സപ്ലയർ ആണ് നമ്മുടെ അദാനി പവർ. ജാർഖണ്ഡിൽ ഒരു മൊത്തം പ്ലാന്റിലെ എല്ലാ അവിടെ ഉത്പാദിക്കുന്ന പവർ മൊത്തം അവര് ബംഗ്ലാദേശിനാണ് സപ്ലൈ ചെയ്യുന്നത്. $80 കോടി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. $80 കോടി എന്ന് പറയുമ്പോൾ ഏകദേശം 6,400-6,500 കോടി ഇന്ത്യൻ രൂപ ബംഗ്ലാദേശ് സർക്കാർ അദാനി പവറിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന്റെ നെഗോസിയേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശ് IMFന്റെ സഹായം തേടുന്നുണ്ട്. ഇനി പൈസ കൊടുത്തില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാത്ത രീതിയിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള, പവർ ഔട്ടേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബംഗ്ലാദേശ് ഗവൺമെന്റ് നടത്തുന്നു എന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. പിന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ സെബി ബാർസ് അനിൽ അംബാനി ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഫോർ 5 years. ഇതെല്ലാരും വായിച്ച വാർത്തയാണ്, അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യത്തോടെ വായിക്കുന്നില്ല. അനിൽ അംബാനിയെ ഓഹരി വിപണിയിൽ നിന്നും 5 വർഷത്തേക്ക് വിലക്കി സെബി എന്നാണ് വാർത്ത വരുന്നത്. ചില ക്രമക്കേടുകൾ അദ്ദേഹം നടത്തി, അതിനാലാണ് ഈ നടപടിയെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. അടുത്തൊരു വാർത്ത, FSSAI issues directive to e-commerce food business operators on misleading claims for A1 and A2 milk products. Food Safety and Standards Authority of India, a statutory body under the Ministry of Health and Family Welfare, has issued a clarification to all e-commerce food business operators regarding the marketing and sale of milk and milk products such as ghee and butter labeled as A1 and A2. അപ്പോൾ നമ്മുടെ പല ഫുഡ് പ്രോഡക്ട്സ്, ഭക്ഷ്യ വിഭവങ്ങൾ അഡ്വർടൈസിങ് ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതിനെ പോലുള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ A1 A2 കാറ്റഗറി എന്ന് പറഞ്ഞാൽ പുതിയ പാല് നിന്ന് ഉത്പാദിപ്പിക്കുന്ന പല പ്രോഡക്ട്സിനും A1 A2 കാറ്റഗറിയിൽ ലേബൽ ചെയ്ത് വലിയ പ്രൈസ് ഈടാക്കി പല കമ്പനികളും വിൽക്കുന്നുണ്ട്. A1 ഗീ, A2 ഗീ, അതിനെന്തോ ന്യൂട്രീഷ്യസ് വാല്യൂ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവര് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ കമ്പനികൾക്ക് എന്നാണ് ഇതിൽ പറയുന്നത്. മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ട്രാവൽ പിക്സ് അപ്പ് ഇൻ ഓഗസ്റ്റ്, ബുക്കിംഗ്സ് അപ്പ് 20%. August has seen the revival of strong travel demand among flyers despite high airfares as per the industry data. The air travel during the long weekend of Independence Day and Raksha Bandhan saw around 4.2 to 4.5 lakh passengers on a daily basis at flight departures, and travel portal seeing 17% increase in bookings for the next weekend as well as despite a similar hike in the airfares. അപ്പോൾ നമ്മുടെ ആഭ്യന്തര വ്യോമയാന മേഖല നല്ല വിധത്തിൽ മുന്നേറുന്നു. ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നു. ഓഗസ്റ്റ് മാസം 20% ബുക്കിംഗ് വർധനവുണ്ടായിട്ടുണ്ട്. രക്ഷാബന്ധൻ, ഇൻഡിപെൻഡൻസ് ഡേ, August 15 ആ വാരാന്ത്യത്തിൽ മാത്രം തന്നെ 4,20,000 മുതൽ 4,50,000 പേർ ഇന്ത്യയിൽ ആഭ്യന്തര വിമാനങ്ങളിൽ യാത്ര ചെയ്തു എന്നുള്ള വിവരവും മിന്റ് ദിനപത്രം പറയുന്നു. അടുത്തൊരു വാർത്ത മിന്റിൽ നിന്നും. ഇന്ത്യ അൺലൈക്ലി ടു അച്ചീവ് targeted 15% share of gas in its energy mix by 2030. India is unlikely to meet its goal of increasing the share of natural gas in its energy mix to 15% by 2030, said Spencer Dale Group.
They said industrial use would lead the growth in the natural gas consumption in the country. The share of natural gas doesn't increase. It increases a little bit but doesn't go to 15%. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മളൊരു ടാർഗറ്റ് ചെയ്യുന്നത് 2030 ആകുമ്പോഴേക്കും നമ്മുടെ എനർജി മിക്സിൽ 15% നാച്ചുറൽ ഗ്യാസ് ആകണമെന്ന്. പക്ഷെ ആ ടാർഗറ്റ് എത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഒരു റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മിന്റ് ദിനപത്രം പറയുന്നത്. ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ SBI ചീഫ് സീസ് growing loan book, lower deposit growth not a challenge. Even as the RBI and the Finance Ministry has expressed concerns over declining deposit growth, country's largest lender SBI said it faced no challenges in this regard. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് ഡെപ്പോസിറ്റ് ഗ്രോത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് ഗവർണർ ഇതിനെ വിപരീതമായിട്ടുള്ള ഇത് കാര്യം പറഞ്ഞിരുന്നു. ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറയുന്നു, ക്രെഡിറ്റ് ഗ്രോത്ത് കൂടുന്നു, എല്ലാ ബാങ്കുകളും ഒന്ന് സൂക്ഷിക്കണമെന്ന്. എന്നാൽ SBI ചീഫ് അങ്ങനെ ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക് എന്നാണ് പറയുന്നത്. CBIC urges strict reviews of government employees may lead to early retirement. Central Board of Indirect Taxes has instructed all divisional heads to strictly adhere to the guidelines by the Department of Personnel and Training related to the periodic review of government employees to see their suitability in the job. Such a review may result in premature retirement. അപ്പോൾ സർക്കാരിന്റെ റെഗുലർ ആയിട്ട് ഇനി ഗവൺമെന്റ് എംപ്ലോയീസ് അവരുടെ ജോലിക്ക് അവർ കേപ്പബിൾ ആണോ എന്നുള്ളൊരു അസസ്മെന്റ് നടത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇത് കാരണം ഏർലി റിട്ടയർമെന്റ്സ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്നു. പിന്നെ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രൊപ്പോസസ് സ്ട്രിക്റ്റർ സീറ്റ് ബെൽറ്റ് റെഗുലേഷൻസ് ടു ബൂസ്റ്റ് റോഡ് സേഫ്റ്റി ഫ്രം 2025. The center's proposed vehicle safety regulation mandated seat belt reminders for front-facing rear seats in passenger cars manufactured after April 1, 2025. So ഇനി പുതിയ റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് വരും. വണ്ടിയുടെ പിറകിൽ മുന്നോട്ട് നോക്കിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് ചിലപ്പോൾ നിർബന്ധമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ് റെഗുലേഷൻസ് അടുത്ത വർഷം മുതൽ ഉണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്. 10ാമത്തെയും അവസാനത്തെയും വാർത്ത വീണ്ടും ബിസിനസ് സ്റ്റാൻഡേർഡിൽ നിന്നും 66% ഓഫ് ഗിഗ് വർക്കേഴ്സ് ഫയൽ സീറോ റിട്ടേൺസ്, 78% ഓൺ അണ്ടർ ₹2.5 lakh survey. A staggering 76.6% of gig delivery workers in India earn less than 2,50,000 annually, according to the recent survey by Borso. The survey, which covered 2,000 workers employed by companies like Zomato, Swiggy, Uber, Amazon across 40 cities, sheds light on the financial challenges faced by the workers and their level of tax awareness. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഗിഗ് വർക്കേഴ്സ്, ഈ ചെറിയ പല കാര്യങ്ങളും പല മേഖലകളിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പൈസ സമ്പാദിക്കുന്നവരെ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നു. ഇതിൽ ഗിഗ് ഡെലിവറി വർക്കേഴ്സ്, ഇത് സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ, ആമസോൺ എന്നീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന 2000 പേരുടെ സർവേ നടത്തിയതിൽ ബോർസോ എന്ന ഗ്രൂപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 78% ആൾക്കാരും 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് അവരുടെ ഒരു വർഷത്തെ വരുമാനം എന്നും ഇതിൽ പറയുന്നു. അവര് 66% ആൾക്കാരും ടാക്സ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല, ടാക്സ് റിട്ടേൺ കൊടുക്കുന്നില്ല എന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. ഇന്നലെ ഓഹരി വിപണി ചെറിയ തോതിൽ ഒന്ന് മുന്നേറി, 33 പോയിന്റ് മുന്നേറി. സെൻസെക്സ് 81,86.21 അവസാനിച്ചു, അതായത് 0.04% മുന്നേറി. നിഫ്റ്റി 11.66, 0.05% മുന്നേറി. 24,823.15 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണത്തിന്റെ വില 71,910 രൂപയാണ് 10 ഗ്രാം സ്വർണത്തിന്റെ ഇന്നലത്തെ വില. അതുപോലെ തന്നെ രൂപയുടെ വിനിമയ നിരക്ക് ഇന്നലെ 83 രൂപ 90 അവസാനിച്ചത്. ഇതൊക്കെയാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാർത്തകൾ. ഇനി ഇന്നത്തെ പദപരിചയത്തിലോട്ട് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ ഫൈനാൻഷ്യൽ ടേം ഒന്ന് പറയാം. ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ടെർമിനോളജി ഉണ്ട്. ഏതൊരു സ്ഥാപനത്തിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ്ങിൽ ഉള്ള ഒരു പ്രധാന ഘടകമാണ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ ഒരു കമ്പനിയുടെ മൂല്യം എന്താണ് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് കോൾഡ് എ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഒരു കമ്പനിയുടെ പൊസിഷൻ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ എന്താണ് ആ കമ്പനിയുടെ പൊസിഷൻ, അതാണ് പൊതുവെ
ഇത് ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ ദിവസത്തിലാണ് ഇത് കണക്കാക്കുന്നത്. ബാലൻസ് ഷീറ്റ് 31 മാർച്ച് ആണ് ഇന്ത്യയിൽ കണക്കാക്കുന്നത്. ആ ദിവസം ആ കമ്പനിയുടെ സാമ്പത്തിക നില എന്ത് എന്ന് കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായിട്ട് ആണ് ഇതിൽ വരുന്നത്. ആസ്തിയും ലയബിലിറ്റിയും ആണ് വരുന്നത്. ഇതിന്റെ അസറ്റ്സും ലയബിലിറ്റിയും ആണ് കാണിക്കുന്നത്. ഏതൊരു കമ്പനിക്കാണോ അവരുടെ ആസ്തി കൂടുതലും ലയബിലിറ്റി കുറവും എന്ന് അവർക്ക് പോസിറ്റീവ് നെറ്റ്വർത്ത്, അവർക്ക് മൂല്യമുണ്ട്, ആ കമ്പനിക്ക് പോസിറ്റീവായിട്ട് മൂല്യമുണ്ടെന്ന് കണക്കാക്കാം. പോസിറ്റീവ് നെറ്റ്വർത്ത് എന്ന് പറയും. കമ്പനിക്ക് ലയബിലിറ്റി കൂടുമ്പോഴാണ് നെഗറ്റീവ് നെറ്റ്വർത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ദിവസം, പൊതുവെ ഇത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതിന് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഒരു ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഇതിന് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ദിവസത്തെ കണക്കനുസരിച്ച് കമ്പനിയുടെ സാമ്പത്തിക നില എന്തെന്ന് കാണിക്കുന്നതാണ്. എത്ര ആസ്തിയുണ്ട്, എത്ര ബാധ്യതകളുണ്ട്. ബാധ്യതയെക്കാളും ആസ്തി കൂടുമ്പോൾ കമ്പനിയുടെ നെറ്റ്വർത്ത് പോസിറ്റീവ് ആകും. അങ്ങനെയുള്ള കമ്പനികൾക്കാണ് കൂടുതൽ വാല്യുവേഷൻ, കൂടുതൽ മൂല്യം ഉണ്ടാകുന്നത്. സോ ഇത്രയുമാണ് ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ. എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച ആശംസിക്കുന്നു. ഓവർ ടു യു, വിജയ്.